ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ് രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധങ്ങളുടെ സങ്കീർണതകൾ ഒരിക്കൽ കൂടി വെളിവാക്കി പിണറായി വിജയൻ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോൺഗ്രസിൽ പുതിയൊരു ചേരിപ്പോര് ഉടലെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെയും നിലപാടുകളാണ് ഈ ഭിന്നാഭിപ്രായങ്ങൾക്ക് പ്രധാന കാരണം. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ സമ്മർദ്ദമാണ് ഈ പ്രശ്നങ്ങളുടെ കാതൽ. ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരണമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടക്കം മുതൽ സ്വീകരിച്ചത്. സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും വിശ്വാസികളുടെ വികാരം വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ രമേശ് ചെന്നിത്തല ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് കൈക്കൊണ്ടത്. സംഗമത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവ് മടിച്ചതിന്റെ പിന്നിൽ ചെന്നിത്തലയുടെ നിർബന്ധമായിരുന്നു. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് വിശ്വാസികളെ അകറ്റുന്നത് ദോഷം ചെയ്യുമെന്നും NSS, SNDP തുടങ്ങിയ സംഘടനകളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കണമെന്നും ചെന്നിത്തല UDF യോഗത്തിൽ വാദിച്ചു. UDF ബഹിഷ്കരിക്കുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസമെന്ന് VD സതീശൻ നിലപാടെടുത്തപ്പോൾ തന്ത്രപരമായ ഒരു നിലപാട് മതിയെന്ന അഭിപ്രായത്തിലേക്ക് UDF എത്തുകയായിരുന്നു. ഇതോടെ LDFന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം നയം വ്യക്തമാക്കാമെന്ന് UDF അറിയിച്ചു. ഇത് സർക്കാർ നടപടിയിലെ കാപട്യം തുറന്നു കാട്ടാനുള്ള ഒരു നീക്കം മാത്രമായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതകൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. രമേശ് ചെന്നിത്തലയുടെ നിലപാടുകൾക്ക് പിന്നിൽ NSSന്റെ ശക്തമായ സമ്മർദ്ദമുണ്ട്. വർഷങ്ങളോളം NSS നേതൃത്വവുമായി അകന്നു നിന്ന ചെന്നിത്തല ഇപ്പോൾ അവരുമായി അടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ പാർട്ടിക്കുള്ളിൽ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. 2013 NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നടത്തിയ താക്കോൽ സ്ഥാന പരാമർശം തള്ളിപ്പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഈ അകൽച്ച 12 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജനുവരിയിൽ മന്നംചെയ്തി ആഘോഷത്തിൽ പങ്കെടുത്തതോടെയാണ് അവസാനിച്ചത്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ KPCC പ്രസിഡന്റായിരുന്ന ചെന്നിത്തല പിന്നീട് ആഭ്യന്തരമന്ത്രിയായത് താക്കോൽ പ്രസ്ഥാന പരാമർശത്തിന് ശേഷമായിരുന്നു. എന്നാൽ തന്നെ ഒരു നായർ നേതാവാക്കി ചിത്രീകരിക്കുമെന്ന് ആരോപിച്ച് ചെന്നിത്തല സുകുമാരൻ നായരെ പരസ്യമായി തള്ളിപ്പറയുകയായിരുന്നു. ഇതോടെ ഇരുവർക്കുമിടയിൽ വലിയ അകർച്ചയുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം VD സതീശൻ പ്രതിപക്ഷ നേതാവായതോടെയാണ് ഈ അകൽച്ച അയവ് വന്നത്. NSS നേതൃത്വവുമായി വലിയ ബന്ധമില്ലാത്ത നേതാവാണ് VD സതീശൻ. സമാനമായ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും സതീശന് നല്ല ബന്ധമില്ല. പിണറായി സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള നീക്കം ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നതും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികളെ വേദനിപ്പിച്ചു എന്ന വിമർശനം നേരിടുന്ന സർക്കാർ വിശ്വാസികളെ കൂടെ നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനം NSS സ്വാഗതം ചെയ്തെങ്കിലും SNDPയും സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ സർക്കാർ തന്ത്രം വിജയിച്ചതായി കാണാം. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾ നിർണായകമാണ്. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളെ കൂടെ നിർത്തി പാർട്ടിക്കുള്ളിൽ തന്നെ സ്വാധീനം വർദ്ധിപ്പിക്കാനും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ UDFന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം VD സതീശിന്റെ ബഹിഷ്കരണവാദം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എത്രത്തോളം സ്വീകാര്യത നേടുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ നീക്കങ്ങൾ കോൺഗ്രസിൽ പുതിയൊരു വിഭാഗീയതയ്ക്ക് വഴി തുറക്കുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ എങ്ങനെ ബാധിക്കുമെന്നും അത് സതീശനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ കൂടുതൽ വഷളാക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പിണറായി സർക്കാർ കളിച്ച ഒരു രാഷ്ട്രീയ നീക്കം UDFനുള്ളിൽ വലിയൊരു ആശയക്കുഴപ്പത്തിനാണ് തിരിയിട്ടിട്ടുള്ളത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും തിരഞ്ഞെടുപ്പുകളിലെ UDFന്റെ പ്രകടനം.